ഒരു ന്യൂ മോമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. വെജനൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പതുക്കെ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ബെഡ് റെസ്റ്റിലേക്ക് ഒരിക്കലും പോകരുത് അൺലെസ് നിങ്ങൾക്ക് എന്തെങ്കിലും അബ്സല്യൂട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ. നമ്പർ 2, നിങ്ങളുടെ വെജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിലേക്ക് ഒരു റെഡ് കളർ ഡിസ്ചാർജ് ആയിരിക്കും, ഒരു ബ്ലീഡിങ് പോലെ ഉണ്ടാവാം, കുറച്ച് ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം, ക്ലോട്ട്സ് പാസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ ഒരു യെല്ലോയിഷ് വൈറ്റിഷ് കളറിലൊക്കെയിലേക്ക് പോകും. മൂന്നാമതായിട്ട് ഫീവർ ഒരിക്കലും നോർമൽ അല്ല. 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പനി പോകുന്നുണ്ടെങ്കിൽ എന്താണ് റീസൺ എന്ന് നമ്മൾ നോക്കണം. അപ്പം അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാം, യൂറിൻ ഇൻഫെക്ഷൻ ആവാം വെരി കോമൺലി, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ പാല് കെട്ടി നിൽക്കുന്നതുകൊണ്ടുള്ള ഇൻഫെക്ഷൻ ആവാം. നമ്പർ 4, ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. പക്ഷേ പലരിലും അത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും. ഇപ്പോൾ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഒരു ലേണിംഗ് ഫേസ് തന്നെയാണ്. അപ്പം ബേബിയുടെ ലാച്ചിങ് ഓക്കെ ആണോ, ബേബി ഫീഡ് ചെയ്യുന്ന നമ്മുടെ പൊസിഷനിങ് ഓക്കെ ആണോ എന്നൊക്കെ ഐഡിയലി നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ തന്നെ ഒരു ലാക്ടേഷൻ കൗൺസിലറായി മീറ്റ് ചെയ്തിട്ട് അതൊന്ന് അസസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. നമ്പർ 5, കോൺസ്റ്റിപ്പേഷനും പൈൽസും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. പോസ്റ്റ് ഡെലിവറി ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.